ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നിട്ട് തമിഴ്നാട് യാത്രയിലേക്കുള്ള വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ അവിടേക്ക് ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് വേണ്ടിയിട്ട് പോകുമായിരുന്നു കേട്ടോ. ഭയങ്കര ചൂടാണ് കേട്ടോ, നമ്മുടെ കേരളത്തിനെക്കാട്ടിയൊക്കെ ഭയങ്കര ചൂടാണ്. പുറത്തൊക്കെ ഇറങ്ങി നല്ല ടാൻ അടിക്കും. അങ്ങനെ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് ഞങ്ങൾ അവിടുത്തെ ഒരു അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ, നമ്മുടെ കേരളത്തിലെ അമ്പലം പോലെയല്ല, വേറൊരു രീതിയിലാണ് അവിടെ അമ്പലമൊക്കെ പണിത് വെച്ചേക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഫംഗ്ഷന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ അവരെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഒരു രീതിയിലുള്ള ചടങ്ങുകളൊന്നും അല്ല കേട്ടോ അവർക്ക്. പെൺകുട്ടി തമിഴ്നാട്ടിലെ കുട്ടിയാണ്, ചെറുക്കൻ മലയാളിയാണ്. അപ്പോൾ തമിഴ്നാട് സ്റ്റൈലിലായിരുന്നു എൻഗേജ്മെൻറ്റ് നടത്തിയിരുന്നത്. പന്തലിൽ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പൂമാല, ചെക്കൻ്റെ ഡ്രസ്സ്, പെണ്ണിനിടാനുള്ള ഡ്രസ്സ്, പിന്നെ കുറേ ഫ്രൂട്ട്സ്, നാളികേരം, വെറ്റ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ആ പന്തലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടിയുടെ ആൾക്കാരിൽ ഒരാൾ വന്ന് വിളക്കൊക്കെ തെളിയിച്ചു. അതിനുശേഷം ചെക്കൻ്റെ അമ്മാവനും അമ്മാവിക്കുമാണ് കേട്ടോ കൂടുതൽ റോള്. ചെക്കൻ്റെ അമ്മാവനും അമ്മാവി ഇരിപ്പുണ്ട്, പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഇതെന്താ ഇങ്ങനെ? നമ്മുടെ ഇവിടെ ഇങ്ങനെ അല്ലല്ലോ, കേരളത്തിലെ സ്റ്റൈല് വേറെ, തമിഴ്നാട് സ്റ്റൈല് വേറെ അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ ഇങ്ങനത്തെ വീഡിയോസൊക്കെ? ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്, എന്താണ് ഇവരുടെ ചടങ്ങുകളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ നിങ്ങളെയും കൂടെ കാണിക്കാം. അങ്ങനെ ഞാനതെല്ലാം വീഡിയോ എടുത്തുകൊണ്ടിരുന്നിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഇപ്പം അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. പൂജാരി എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലി നെല്ലും എന്തൊക്കെയോ അവരുടെ കയ്യിൽ കൊടുത്തു. അപ്പം അവർ മലയാളികളായതുകൊണ്ട് അവർക്ക് അധികം തമിഴ് മനസ്സിലാവുന്നില്ല പറയുന്നത്. പക്ഷേ പൂജാരി ആക്ഷനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് അവരതുപോലെ ചെയ്യുന്നുണ്ട്. കുറേ എന്തൊക്കെയോ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നേരമൊക്കെ പ്രാർത്ഥിച്ചു, എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർക്ക് ഒക്കുന്ന രീതിയിലൊക്കെ, മനസ്സിലാവുന്ന രീതിയിലൊക്കെ അവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര രസമുണ്ടായിരുന്നേ. നമ്മുടെ ഇവിടുത്തെ പോയിട്ട് ജസ്റ്റ് ഒരു റിങ് എക്സ്ചേഞ്ച്മെൻറ്റ് മാത്രമായിരുന്നില്ല, കുറേ നേരത്തെ പ്രാർത്ഥന ഉണ്ടായിരുന്നു അവർക്ക് കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു. ഈ നേരം ഉണ്ടല്ലോ, അതായത് ടൈം എടുത്തിട്ടില്ലേ ഇവരുടെ എൻഗേജ്മെൻറ്റിൻ്റെ, ആ ടൈമിലൊക്കെ 2 പേപ്പറിനകത്തായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് വെച്ചിട്ട് പൂജിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. ഫുള്ള് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. പൂജാരി ഇതൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൂടെ ക്യാമറക്കാരുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇതെടുക്കണേന്ന്. ഉത്തരവാദിത്തമുള്ള പൂജാരിയായിരുന്നേ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ. കുറേ നേരത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഇവരുടെ റിങ് എക്സ്ചേഞ്ച് നടന്നിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഭാഗങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണാവേ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഒരു ചന്ദനത്തിരി, പഴത്തിൽ കുത്തിയിരുന്ന ചന്ദനത്തിരി എടുത്ത് അതിന് ചുറ്റും പൂജിക്കാൻ പറഞ്ഞു. പക്ഷെ അവർക്ക് മനസ്സിലായില്ല, അവരതവിടെ താത്ത് വെച്ചു. അതിനുശേഷം പൂജാരി തന്നെ എടുത്തതിന് ചുറ്റും പൂജിച്ചു. പൂജാരിക്ക് മനസ്സിലായി അവർക്ക് ലാംഗ്വേജ് പ്രശ്നമുണ്ടെന്നുള്ള കാര്യം. പിന്നെ അടുത്തിരുന്നവരൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിലും അവർക്കത്ര മനസ്സിലായില്ല. പിന്നെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിങ്ങനെ വട്ടം ഇങ്ങനെ ഒഴിയണം എന്ന് പറഞ്ഞു 3 തവണ. അതെന്തായാലും അവർ കറക്റ്റിന് ചെയ്തു കേട്ടോ. അവർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഇത് എന്തൊരു ചടങ്ങൊക്കെയാണ്, ഇങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഇത് ഫസ്റ്റ് ടൈം ആണല്ലോ എന്നൊക്കെ. അവരെപ്പോലെ ഞാനും ഭയങ്കര അതിശയത്തോടെയാണ് കേട്ടോ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ചടങ്ങുകളൊക്കെ കാണുന്നത്. അപ്പം ആരതി ഒഴിഞ്ഞതിന് ശേഷം അതിനകത്തുള്ള ഭസ്മം എടുത്ത് അവർക്ക് കൊടുത്തു. അവരത് നെറ്റിയിൽ അണിയിച്ചു. അതിനുശേഷം ഈ ഒഴിഞ്ഞ ഈ തട്ടം എടുത്ത് തിരുമേനി താഴെ വെച്ചു. അതിനുശേഷം പിന്നുള്ള ചടങ്ങുകൾ ബാക്കി നോക്കാവേ എങ്ങനെയാണെന്ന്. അതൊരു നെല്ലും പൂവും എല്ലാം കൂടെ വെച്ചിരുന്ന ഒരു തട്ടത്തിനകത്ത് നിന്ന് അവരുടെ കയ്യിലേക്ക് കൊടുത്തു. അതായത് പെൺകുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിലേക്ക് കൊടുത്തു. അവരോട് കുറച്ചുകൂടെ അടുത്തോട്ടിരുന്നിട്ടത് അവർക്കും ഇതുപോലുള്ള പൂജയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അവർ ആരതിയൊക്കെ ഒഴിഞ്ഞു. അതായത് ചെക്കൻ്റെ അമ്മാവനും അമ്മാവിയും ചെയ്ത പോലെ തന്നെ എല്ലാ ചടങ്ങുകളും അവരും ചെയ്യേണ്ടി വന്നു. 2 തവണയായിട്ടാണ് ചെയ്യുന്നത്, ഒരുമിച്ചല്ല. ആദ്യം ചെക്കൻ്റെ കൂട്ടർ ചെയ്യും, അതിനുശേഷം പെണ്ണിൻ്റെ കൂട്ടർ ചെയ്യും. അങ്ങനെ ചെയ്തു. അവരും തൊട്ടൊക്കെ തൊഴുതു ആരതിയിൽ. അതിനകത്ത് നിന്ന് ഭസ്മമൊക്കെ എടുത്ത് നെറ്റിയിൽ അണിഞ്ഞു. എന്തായാലും കൊള്ളാം അല്ലേ? പിന്നെ ഈ ചെറുക്കനിടാനുള്ള ഡ്രസ്സ് മേടിക്കുന്ന പെണ്ണിൻ്റെ വീട്ടുകാരും പെണ്ണിനിടാനുള്ള ഡ്രസ്സ് മേടിക്കുന്നത് ചെറുക്കൻ്റെ വീട്ടുകാരാണ് കേട്ടോ എൻഗേജ്മെൻറ്റിന്. അങ്ങനെ ചെക്കന് മേടിച്ച ഡ്രസ്സ് പെണ്ണിൻ്റെ വീട്ടുകാർ തന്നെ ചെക്കന് കൊടുത്തു.
പെണ്ണിന് മേടിച്ച ഡ്രസ്സ്, പെണ്ണിൻ്റെ വീട്ടുകാർ മേടിച്ച ഡ്രസ്സ് കൊണ്ട് ഇടാനായിട്ട് ചെറുക്കൻ ആ ഡ്രസ്സും കൊണ്ട് പോയി. അതിനുശേഷം പെണ്ണിന് നമ്മൾ ചെറുക്കൻ്റെ വീട്ടുകാർ കൊടുക്കുന്ന ഡ്രസ്സാണ് കേട്ടോ എടുത്തുകൊണ്ട് വന്ന് റിങ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടുന്നത്. അങ്ങനെ ആ ഡ്രസ്സ് പെൺകുട്ടി വന്നു പെൺകുട്ടിക്ക് കൊടുത്തു. പെൺകുട്ടി കുറേ എന്തൊക്കെയോ പ്രാർത്ഥിച്ചിട്ട് അത് മേടിച്ചു. പെൺകുട്ടി ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ. അതൊക്കെ മേടിച്ച് അപ്പം നമ്മളും വെയിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം, നമുക്കും അറിയില്ലല്ലോ. നമ്മൾ വിചാരിച്ച് ഇനി ഈ സാരിയൊക്കെ കൊടുത്തിട്ട് ഇനിയിപ്പോൾ അത് ഉടുത്തിട്ട് വന്നിട്ട് റിങ് എക്സ്ചേഞ്ച് അങ്ങനെ ആയിരിക്കും എന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി എന്താ ബാക്കി ചടങ്ങെന്നൊന്നും നമുക്കും അറിയില്ലല്ലോ. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്, ഇവരെന്താണ് ചെയ്യുന്നത്. ഓക്കെ, സാരിയൊക്കെ കൊടുത്തല്ലോ, നേരെ വന്നിട്ട് റിങ് എക്സ്ചേഞ്ച് ആയിരിക്കുമല്ലോ ചെയ്യുന്നതെന്നൊക്കെ വിചാരിച്ചു. അപ്പം സാരിയൊക്കെ എടുത്തു, ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ പെൺകുട്ടിയും പെൺകുട്ടിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റും ഒക്കെ അങ്ങ് പോയി കേട്ടോ. അതിനുശേഷം ചെക്കൻ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് അവർ കൊടുത്ത പൂമാലയൊക്കെ ഇട്ട് വന്നു. ചെറുക്കൻ്റെ ഇളയ അമ്മാവൻ അതിൽ നിന്ന് ചന്ദനമൊക്കെ എടുത്ത് ചെറുക്കൻ്റെ നെറ്റിയിൽ അണിയിച്ച് കൊടുത്തു കേട്ടോ. ഭയങ്കര ചടങ്ങാണ്, നമ്മുടെ ഇവിടുത്തെ പോലെയൊന്നും അല്ല, കേരള സ്റ്റൈലേ അല്ല, അവരുടെ സ്റ്റൈല് ഭയങ്കര പ്രാർത്ഥന ചടങ്ങുകൾ അങ്ങനെയൊക്കെയാണ്. പക്ഷെ ചെറുക്കൻ്റെ അമ്മയ്ക്കും അച്ഛനും ഇല്ലാത്ത റോളാണ് ചെറുക്കൻ്റെ അമ്മാവനും അമ്മാവിക്കും ഉള്ളത് കേട്ടോ. അതിനുശേഷം പൂജാരി അതിരുന്ന് അവരെ നേരം എടുത്തതൊക്കെ, അതായത് എൻഗേജ്മെൻറ്റിൻ്റെ ടൈം എടുത്തതൊക്കെ ഒന്നുകൂടെ വായിച്ച് കേൾപ്പിച്ചു. രണ്ട് കൂട്ടരും, ചെറുക്കൻ്റെ ആൾക്കാരെയും പെണ്ണിൻ്റെ ആൾക്കാരെയും അതൊക്കെ ഒന്ന് വായിച്ച് കൊടുത്തു. അതിനുശേഷം ചെറുക്കൻ്റെ അമ്മാവൻ അതിൽ സൈൻ ചെയ്യണം. അമ്മാവനും അമ്മാവി അത് ബോധ്യപ്പെട്ടു എന്നുള്ള രീതിയിൽ അത് സൈൻ ചെയ്യണം. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ വീണ്ടും പെണ്ണിൻ്റെ വീട്ടുകാരെടുത്തും അത് വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ രണ്ട് കൂട്ടരെ കൊണ്ടും അതിൽ സൈൻ ചെയ്യിച്ചു, ഇന്ന സമയത്താണെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയത് കേട്ടോ. നിങ്ങൾ കണ്ടു നോക്കണേ ബാക്കി ചടങ്ങുകൾ. അതായത് പെണ്ണിൻ്റെ അച്ഛൻ ചെറുക്കൻ്റെ അമ്മാവന് ചന്ദനവും സിന്ദൂരവും ഒക്കെ നെറ്റിയിലും അണിയിച്ച് കൈകളിലൊക്കെ അണിയിക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെയൊക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പം ഇതൊക്കെ ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നത്. അപ്പം നമുക്കിത് കാണുമ്പം ജസ്റ്റ് എന്താ തോന്നുക, നിങ്ങൾക്ക് എന്താ തോന്നുക എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം ഇത് പെണ്ണിൻ്റെ അമ്മ ചെക്കൻ്റെ അമ്മാവിയുടെ നെറ്റിലും ഇതുപോലെ തന്നെ ചന്ദനമൊക്കെ ചേർത്തി, കയ്യിലും ഇതുപോലെ അല്ലേ, മഞ്ഞളും ചന്ദനവും കൂടി മിക്സ് ചെയ്തതാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ അടുത്ത് പോയി എന്നിട്ട് കണ്ടില്ല, ദൂരെ നിന്നിരുന്നത്, അതുകൊണ്ട് നല്ലപോലെ കാണാൻ പറ്റിയില്ല എനിക്കിത് എന്താണെന്നുള്ളത്. ചന്ദനമായിരുന്നു എന്ന് തോന്നുന്നു. അതിനുശേഷം പനിനീര് തളിക്കും കേട്ടോ. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ? ഇതൊക്കെ ഒരു വെറൈറ്റി ചടങ്ങല്ലേ. അങ്ങനെ പനിനീരൊക്കെ തളിച്ചു രണ്ടുപേരും. ഇപ്പം ഞങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ, ഇത് ആരുടെയാണ്, എൻഗേജ്മെൻ്റ് ആണോ കല്യാണമാണോ, ഇനി അമ്മാവൻ്റെ അമ്മാവിയുടെ കല്യാണമാണോ എന്നൊക്കെയുള്ള ആകെ കൺഫ്യൂഷനായിപ്പോൾ. ഇവർക്ക് ഇനി ആൾ മാറിപ്പോയതാണോ തെറ്റിപ്പോയതാണോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ വീണ്ടും തിരിച്ച് പെൺകുട്ടിയുടെ അച്ഛൻ്റെ നെറ്റിയിലും ഇതുപോലെ തന്നെ തിരിച്ചും ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ പെൺകുട്ടിയുടെ അമ്മയുടെ നെറ്റിയിൽ ഇതുപോലെ ചെക്കൻ്റെ അമ്മാവെ അങ്ങനെ ചെയ്തു. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചന്ദനമൊക്കെ ചാർത്തി പനിനീരൊക്കെ തളിച്ച് ഭയങ്കര ചെറുക്കൻ്റെ അമ്മാവിക്കാണെങ്കിൽ ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഫുള്ള് കൺഫ്യൂഷനാണ്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ടൈം പോകുന്ന അറിയത്തില്ല, ഒത്തിരി ടൈം ഉണ്ട് ഇവരുടെ ചടങ്ങ്, എന്നാലും ടൈം പോകുന്ന അറിയില്ല. കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബാക്കി ചടങ്ങുകൾ നമുക്ക് കാണണ്ടേ, ബാക്കിയും കൂടെ നമുക്ക് നോക്കാവേ. കയ്യിലൊക്കെ ചന്ദനം തേച്ചു. അതിന് ശേഷമുള്ള ചടങ്ങ് കണ്ടാലാണ് നമുക്ക് എന്താ ഇവിടെ സംഭവിക്കണമെന്ന് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. ദേ പൂമാല എടുക്കുന്നുണ്ട്. പൂജാരി അവിടെ നിന്ന് പൂമാല എടുത്തു, ചെക്കൻ്റെ അമ്മാവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അടുത്ത പൂമാല എടുത്തു, പെണ്ണിൻ്റെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പം നമ്മൾ വിചാരിക്കും ഇതെന്താ, അപ്പം പന്തലിൽ നിൽക്കുന്ന മലയാളികളായ എല്ലാവർക്കും ചിരി വരുന്നുണ്ട്. ഇതെന്താ സംഭവിക്കണേ, നമുക്കും അറിയില്ല കേട്ടോ എന്താ സംഭവിക്കണേന്നുള്ളത്. അങ്ങനെ ദേ പെണ്ണിൻ്റെ അമ്മ വന്ന് ചെക്കൻ്റെ അമ്മാവിക്ക് മാല അണിയിച്ചു കേട്ടോ. അപ്പം ആകെ ചെക്കൻ്റെ അമ്മാവി ആകെ കിള്ളി പറന്ന് നിൽക്കുക, എന്താ ഇവിടെ നടക്കണേ. പിന്നെ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് കൊടുത്തു. എന്തായാലും ഒരു വേറിട്ട ഒരു ചടങ്ങായിരുന്നു കേട്ടോ അവരുടേത്. വീണ്ടും തിരിച്ച് ചെക്കൻ്റെ അമ്മാവി പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ഇതുപോലെ പൂമാല അണിയിച്ചു കേട്ടോ. ആകെ കൺഫ്യൂഷനായി ഇതിപ്പോൾ ആർക്കിടണം എന്നുള്ളത്.
ദേ അവരും മാലയൊക്കെ ഇട്ട് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് നിന്ന്. അപ്പം നമ്മൾ വിചാരിക്കും ഇതെന്തൊരു ചടങ്ങല്ലേ, ഇങ്ങനെ പൂമാലയൊക്കെ ഇട്ട്. പക്ഷെ ചെറുക്കൻ്റെ അമ്മയൊക്കെ മാറി നിൽക്കുവാണ്. അമ്മയ്ക്കൊന്നും ഒരു റോളും ഇല്ലേ. അപ്പോൾ എല്ലാവർക്കും ചിരി വരണുണ്ട്, ഇതെന്താ ചെയ്യുന്നേ. വീണ്ടും ദേ ചെക്കൻ്റെ അമ്മാവന് പെണ്ണിൻ്റെ അച്ഛൻ മാല ചാർത്തി. അതുപോലെ തന്നെ ചെക്കൻ്റെ അമ്മാവൻ പെണ്ണിൻ്റെ അച്ഛനും മാല ചാർത്തി. ഒരു വെറൈറ്റി ഉണ്ടല്ലേ. നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നേ, കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു ഇത് കണ്ടിട്ടെന്ന്. ഓ, മാലയൊക്കെ ഊരി വീണു കേട്ടോ. എന്തൊക്കെയോ പറയണുണ്ട് പൂജാരി. ഇവരെന്താ പറയണേന്നുള്ളത് ഇവർ മലയാളികളായതുകൊണ്ട് ഇവർക്ക് കറക്റ്റ് മനസ്സിലായില്ല. വീണ്ടും മാല ദേ ഊരിയിടുന്നു, പരസ്പരം മാല ഊരിയിടുന്നു. വീണ്ടും ഇതിങ്ങനെ ചെയ്യുന്നു. ഇങ്ങനെ 3 തവണ ഇത് ആവർത്തിച്ച് കേട്ടോ. അവർക്ക് തന്നെ ചിരി വരുന്നുണ്ട്, ഇത് എന്തൊരു ചടങ്ങെന്ന് പറഞ്ഞിട്ടേ. ഓ, ഭാഗ്യം. ചെക്കൻ്റെ അമ്മ വിചാരിക്കും, ഭാഗ്യം ഇതെന്തായാലും കഴിഞ്ഞു. അങ്ങനെ അവർ 4 പേരും പൂമാലയൊക്കെ ഇട്ടിട്ട് പൂജാരി പറയുന്ന എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കേട്ടിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കി എങ്ങനെയാണെന്നുള്ളത്. അതെ, ആ തട്ടത്തിനകത്ത് നാളികേരവും നിശ്ചയത്തിനുള്ള സമയം കുറിച്ച പേപ്പറും എല്ലാം കൂടെ വെച്ചിരുന്നു. അതിൽ കുറച്ച് കൽക്കണ്ടം എടുത്ത് പെണ്ണിൻ്റെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അത് ചെക്കൻ്റെ അമ്മാവന് കഴിക്കാൻ കൊടുത്തു കേട്ടോ. അതുപോലെ തന്നെ പെണ്ണിൻ്റെ അമ്മയും അതുപോലെ തന്നെ ചെക്കൻ്റെ അമ്മാവിക്ക് മധുരം കൊടുത്തു. വെറൈറ്റി ഉണ്ടല്ലേ. പക്ഷെ എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ മറന്നിട്ടില്ല കേട്ടോ. തിരിച്ചും അങ്ങനെ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു അത് തന്നെ തിരിച്ചും ചെയ്യണമുണ്ടായിരുന്നു കേട്ടോ അവർ. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു, നമുക്ക് കണ്ടിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഓ, ഇത് മൊത്തം കൂടി വായിലേക്ക് ഇട്ട് കൊടുത്തു എന്ന് തോന്നുന്നു ആ മധുരം. അങ്ങനെ ദേ ആ തട്ടമൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറി കേട്ടോ. നാളികേരവും പഴവും നേരം കുറിപ്പടി വെച്ചിരുന്ന പേപ്പറും എല്ലാം കൂടെ വെച്ചിട്ട് അവർ പരസ്പരം കൈമാറി അവരവിടെ ഇരുന്നു. ഇനിയിപ്പോൾ അടുത്ത ചടങ്ങ് എന്താ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ചെറുക്കനെയും കാണുന്നില്ല, പെണ്ണിനെയും കാണുന്നില്ല. ഇവരിപ്പോൾ ആരുടെയാണ് എൻഗേജ്മെൻറ്റ്, ആരുടെയാണ് കല്യാണം കഴിഞ്ഞ്, ഇപ്പോൾ ആകെ ഫുൾ കൺഫ്യൂഷൻ കേട്ടോ. അതായത് സാരിയുടെ പല്ലു പോർഷനിലേക്ക് ആ കൊടുത്ത തട്ടം വെച്ചു. അതുപോലെ തന്നെ 2 കൂട്ടരും അങ്ങനെ വെച്ചു കേട്ടോ. വെച്ചിട്ട് അവർ വീണ്ടും അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോഴത്തേക്കിനും പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പെണ്ണും ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തിരുന്ന സാരിയും പൂമാലയൊക്കെ ആയിട്ട് പെൺകുട്ടിയും വന്നു. ദേ റിങ് എടുത്ത് ചെക്കൻ്റെ കയ്യിലേക്കും കൊടുത്തു, ഒരു റിങ് എടുത്ത് പെൺകുട്ടിയുടെ കയ്യിലേക്കും കൊടുത്തു. അങ്ങനെ അവരുടെ റോൾ ഇപ്പോഴാണ് കേട്ടോ വന്നത്. ദേ ചെക്കൻ പെൺകുട്ടിക്ക് മോതിരം ചാർത്തി. അങ്ങനെ ആ എൻഗേജ്മെൻറ്റ് ഭംഗിയായിട്ട് അവിടെ നടന്നു കേട്ടോ. തിരിച്ചും അതുപോലെ തന്നെ പെൺകുട്ടി ചെക്കന് മോതിരം ചാർത്തി. പിന്നെ വന്നപ്പോൾ ദേ ഫുഡ്. ഓ, നല്ല ഫുഡൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചപ്പോൾ വെജ് ബിരിയാണി ആയിരുന്നു കേട്ടോ. വെജ് ബിരിയാണി, പിന്നെ നമ്മുടെ നൂലപ്പം ഇല്ലേ, അതൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പതിയെ യാത്ര പുറപ്പെട്ടു കേട്ടോ. എന്തായാലും രാത്രി ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പം കണ്ടിട്ട് പറയണം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു ഈ വീഡിയോ എന്നുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.